വീട്ടിൽ സുഖമില്ലാതായ ഒരു കോഴിയെ ഉമ്മ അറുത്തു തരാൻ എന്നോട് പറഞ്ഞു. എനിക്ക് നിയമങ്ങളൊന്നും അറിയില്ല, പക്ഷേ ഞാൻ അറവ് നടത്തി. ഇത് ശരിയാണോ? സുഖമില്ലാതാണെങ്കിലും ഇസ്ലാമിക രീതിയിൽ അറവ് നടത്തിയാൽ ആ ഇറച്ചി ശുദ്ധിയാകുമോ ഉസ്താദേ? ചോദിച്ചിരിക്കുന്ന അനൂപ് ഖാനാണ്, എറണാകുളത്ത് നിന്ന്. ഇവിടെ ഇറച്ചി ശുദ്ധിയാകുന്ന വിഷയം രണ്ടാമത്തെ വിഷയമാണ്. ഒന്നാമത്തെ വിഷയം അറിവില്ലാതെ അറവ് നടത്തി എന്നതാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒന്ന്, അറവ് നടത്തുന്നതിന് കുറേ നിയമങ്ങളുണ്ട് ഇസ്ലാമിൽ. ഈ ഹലാലായ ഇറച്ചി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് മുസ്ലിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് തുപ്പിത്തരുന്നു എന്നൊക്കെ നിങ്ങൾ കരുതും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഈ അറവ് നടത്തുന്നതിന് ഇസ്ലാമിൽ കുറേ നിയമങ്ങളുണ്ട്. അറവ് നടത്തുന്ന ആളിൻ്റെ നഖം മുതൽ, അയാളുടെ ശരീരത്തിൻ്റെ വൃത്തി മുതൽ, അയാളുടെ കയ്യിലിരിക്കുന്ന കത്തിയുടെ മൂർച്ച മുതൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന രീതിയിലായിരിക്കണം. ആ ജീവിയെ പിടിക്കേണ്ടത് എങ്ങനെയാണ്, എത്ര സെക്കൻഡുകൾ കൊണ്ട് അതിൻ്റെ റൂഹ് പിരിയണം, ജീവൻ നഷ്ടപ്പെടണം, അത്ര പ്രഷറിൽ ആ ബ്ലഡ് പുറത്തേക്ക് വന്നാൽ മാത്രമാണ് ഈ മാംസം വൃത്തിയാവുക എന്ന രീതിയിലാണ് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ ആ കോഴിയോട് അക്രമമാണെന്നൊക്കെ നിങ്ങൾ പറയാം. അതിൻ്റെ മണ്ടയ്ക്കടിച്ച് കൊല്ലുന്നതാണ് അക്രമം. വാതിലിൻ്റെ അടിയിൽ വെച്ച് വാതിൽ പിടിച്ച് അടയ്ക്കുന്നതാണ് അക്രമം. തോന്നിയതുപോലെ കഴുത്ത് പിരിച്ച് ഞെരിച്ച് കൊല്ലലാണ് അക്രമം. അതാണ് അക്രമം. അല്ലാതെ ഇസ്ലാം പറയുന്ന രീതിയിൽ ഇസ്ലാം പറയുന്ന രീതിയിലുള്ള അറവെന്ന് പറയുന്നത് ആ ജീവിക്ക് ഒരു നല്ല രീതിയിലുള്ള രക്തം നല്ലതുപോലെ വാർന്നു പോകാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള മരണമാണ് കൊടുക്കുക. അപ്പോൾ ഈ മരണത്തിന് നല്ലതും ചീത്തയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നല്ലേ നമുക്ക് ഈ ലോകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ തിരിച്ചറിയണം. പിന്നെ രണ്ടാമത്തത്, അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് വേണം ചെയ്യാൻ. പെട്ടെന്ന് ചത്തു എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അറവ് നടത്തിയാൽ ചാവുന്നതിനേക്കാൾ അതൊരു മോശമാണ്. രണ്ടാമത്തത്, അങ്ങനെ അറുത്തത് കൊണ്ട് അതിൻ്റെ മാംസം ശുദ്ധിയാവുമെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് അറവ് നടത്തേണ്ടത്, അങ്ങനെ അറുത്തെങ്കിൽ മാത്രമാണ് മാംസം വൃത്തിയാവുള്ളൂ. നമ്മളിപ്പോൾ ഒരു മട്ടൻ്റെ ഒരു 100 ഗ്രാം മട്ടൻ നമ്മൾ വീട്ടിൽ 1 കിലോ വാങ്ങിയിട്ട് 100 ഗ്രാം നാളത്തേക്ക് നമ്മൾ മാറ്റി വെക്കുകയാണ്. ഈ മാറ്റി വെക്കാൻ വേണ്ടി എടുക്കുന്ന കുറേ സമയം കഴിഞ്ഞു അറവ് നടത്തിയിട്ട് മാറ്റി വെക്കുന്ന ഈ മാംസം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പോലും അതിന് അതിൻ്റേതായ ദൂഷ്യങ്ങൾ ഉണ്ടാകുന്നു എന്നാണ്. കട്ടി പിടിക്കുമ്പോൾ, കട്ടിയാകുമ്പോൾ, പിന്നീട് വെള്ളത്തിലിട്ട് നാം അതിനെ അയവാക്കിയിട്ട് കറി വെക്കുമ്പോൾ പോലും ആ മാംസത്തിൽ നിന്ന് നമുക്ക് ദൂഷ്യമുണ്ടാകുന്നു എന്നാണ്. അതായത് ഒരു മൃഗത്തിൻ്റെ മാംസം എങ്ങനെ നമ്മുടെ ശരീരത്തിന് ഉപദ്രവിക്കാൻ പറ്റുന്നുവോ ആ ഒരു ഉപദ്രവം ഇല്ലാതാക്കലാണ് ഇസ്ലാമിക നിയമപ്രകാരമുള്ള അറവ്. പിന്നെ നാം ആ മാംസം കിട്ടിയതിന് ശേഷം അതിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറേ കാലപ്പഴക്കം ഉണ്ടാകുന്നു, കുറേ കയറ്റി അയക്കുന്നു, കുറേ കമ്പനികളാകുന്നു, അതിൻ്റേതായ ദൂഷ്യം അത് വേറെ. പക്ഷേ ഇത് അറവ് നടത്തുന്ന നിയമപ്രകാരം അറവ് നടത്തിയാൽ അതിൻ്റേതായ ഗുണം ആ മാംസത്തിനുണ്ടാവുമെന്നതാണ് സാരം.